ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടീസ് ട്രിപ്പ്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതാണ് ബനഗട്ട നാഷണൽ പാർക്ക്, ബാംഗ്ലൂർ. സോ ബാംഗ്ലൂരിലെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സൂ ആണ് ഈ ബനഗട്ട സൂ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പബ്ലിക് ഡേ ദിവസമായതുകൊണ്ട് തന്നെ ഭയങ്കര റഷായിരുന്നു, ജനസാഗരമായിരുന്നു. ബാംഗ്ലൂരിലുള്ള എല്ലാവരും ഒരു വീക്കെൻഡ് എസ്കേപ്പായിട്ട് വന്നിരിക്കുന്നത് ഇവിടെയാണെന്ന് തോന്നുന്നു ഇന്ന്. സോ അത്രയധികം റഷായിരുന്നു. ശരിക്കും സൂ ഒന്നും കാണാൻ പറ്റിയ ഒരു ക്ലൈമറ്റ് അല്ല അത്. നമ്മൾ കുറച്ച് പീസ്ഫുള്ളായിട്ട്, നമ്മൾ മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ കുറച്ച് പീസ്ഫുള്ളായിരിക്കണമല്ലോ, അതിനായിരിക്കുമല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. സോ അങ്ങനെ ഒരു ക്ലൈമറ്റ് അല്ലായിരുന്നു എങ്കിൽ പോലും നമ്മൾ സൂവിലോട്ട് വന്നിരിക്കുകയാണ്. സോ ഫസ്റ്റ് ഒരു സീബ്ര ഉള്ള ഏരിയയിലോട്ടാണ് നമ്മൾ വരുന്നത്. ഞാനിപ്പോൾ ഈ ബനഗട്ട സൂവിൽ വരുന്നത് ഇത് 3rd ടൈമാണ്. സോ ലാസ്റ്റ് 2 പ്രാവശ്യം വന്നപ്പോഴും എനിക്ക് നല്ല പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എന്താ പറയുക, നന്നായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയല്ല, നന്നായിട്ട് കാണാൻ പറ്റി. പക്ഷേ ഈ സമയത്ത് കുറച്ച് റഷായിരുന്നു. സോ എങ്കിലും നമുക്ക് കാണാം ബനഗട്ട നാഷണൽ പാർക്ക്. സോ ഇവിടെ നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൺലി സൂ വിസിറ്റ് ആയിരുന്നു. ബിക്കോസ് ഓഫ് ദിസ് റഷ് അധികം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ സഫാരിയൊക്കെ ചൂസ് ചെയ്തേനെ. നമ്മൾ സാധാരണ സഫാരിക്കും പോവാറുണ്ട്. സഫാരി എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ ഒരു സൂവിൻ്റെ തന്നെ ഒരു ബസ് ഉണ്ടാവും, AC ഉണ്ടാവും, നോൺ AC ഉണ്ടാവും. നമ്മൾ എന്നിട്ട് അതിൽ സൂ വിസിറ്റ് ചെയ്യും. സൂ അല്ല, അവരതൊരു അവർ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോറസ്റ്റ് പോലെ ഉള്ള സ്ഥലത്തോട്ട് നമ്മൾ ആ വണ്ടിയിൽ കൊണ്ടുപോകും. അപ്പം നമുക്ക് വണ്ടിയിലിരുന്ന് തന്നെ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. അതാണ് സഫാരി എന്ന് പറയുന്നത്. സോ സഫാരിക്ക് പെർ ഹെഡ് 250 റുപ്പീസാണ്. ഇത് പാർക്കാണ്. പാർക്ക് 100 ആണ് ഐ തിങ്ക്. സോ പാർക്കിൽ മാത്രമാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ പാർക്കും സഫാരി അല്ലാണ്ട് തന്നെ നമുക്ക് വേറെ ഉള്ളത് അവിടെ ഒരു ബട്ടർഫ്ലൈ പാർക്കും ഉണ്ട്. അപ്പോൾ സൂവിൻ്റെ ഫസ്റ്റ് എൻട്രിയിൽ തന്നെ സീബ്രയും ജിറാഫും ഒക്കെയാണ് ഉള്ളത്. അത് കഴിയുമ്പം കുറേ മാനിൻ്റെ കുറച്ച് വെറൈറ്റി പല തരത്തിലുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ബോർഡ്, ആ ഒരു ബോർഡിൽ ഓരോ മൃഗങ്ങളും എവിടേക്കാണ് ഉള്ളതെന്നുള്ളതിൽ ലൊക്കേഷനും മാപ്പും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്ക് ആ മാപ്പ് നോക്കിയിട്ടൊക്കെ വഴി കൂടെ പോവാം. അതിനാണ് ആ ഒരു എന്താ പറയുക ബോർഡ് അല്ലെങ്കിൽ ആ മാപ്പ് വെച്ചിരിക്കുന്നത്. അങ്ങനെ നടന്ന് പോകുമ്പോഴാണ് നമ്മളൊരു വലിയ റഷ് കണ്ടത്. എന്താ ഇത്രയധികം കൂട്ടം, ഭയങ്കര ബഹളവും ഒക്കെയായിരുന്നു. ആ കൂട്ടക്കളിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയെങ്കിലും അതെന്താണെന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു പോക്കായിരുന്നു. പിന്നെ എല്ലാ ആൾക്കാരെയും മാറ്റി മുമ്പിൽ ചെന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ ടൈഗറായിരുന്നു അത്. ടൈഗറും ഫാമിലിയും ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അവരെ റെസ്റ്റ് ചെയ്യാൻ വിടാത്ത പോലെയായിരുന്നു ആൾക്കാരുടെ ബഹളവും. ആ ഒരു എന്താ പറയുക, എന്തോ ഒരു തിരക്കായിരുന്നു എന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ഫുള്ള് ബഹളം ഉണ്ടാക്കി. ശരിക്കും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളധികം അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന പോലെ സൗണ്ട് ഉണ്ടാക്കരുത്, വിളിക്കരുത്, ഫുഡ് എറിയരുത് എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര ബഹളവും റഷുമായിരുന്നു. അവർക്കൊരു സമാധാനമായിട്ടുള്ളൊരു എന്താ പറയുക സ്ലീപ്പ് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ അവരുടെ ഒരു ഫുഡൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്ത് മറ്റേ നമ്മൾ ചെയ്യുന്നത് ഒരു ആഫ്റ്റർനൂൺ ടൈമായിരുന്നു. എന്നാലും കാണാനൊക്കെ പറ്റി. പക്ഷേ ഇത്രയധികം റഷ് ഉള്ളപ്പം പോവാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് ഈ പ്രാവശ്യം മനസ്സിലായി. ഇവിടെ എനിക്ക് ഈ പ്രാവശ്യം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഏരിയ ആയിരുന്നു. അതായത് നമ്മുടെ കരടിക്കുട്ടൻ്റെ വീടായിരുന്നു. കരടിയാണെങ്കിൽ വൻപൻ പെർഫോമൻസ് ആയിരുന്നു. ഇത്ര അധികം ആളുകൾ മുമ്പിൽ നിന്നിട്ടും ആൾക്കൊരു എന്താ പറയുക, ആൾക്കൊട്ടും ഡിസ്റ്റർബൻസ് ഇല്ലാന്ന് നമുക്ക് ഫീൽ ചെയ്തത് ആ ഒരു സ്ഥലത്ത് മാത്രമായിരുന്നു. ആൾ ഫുള്ള് നമ്മളെ കാണിക്കാൻ വേണ്ടി, നമ്മൾ ഇത്രയും ആൾക്കാരും കുറേ കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കാണിക്കാൻ വേണ്ടി തന്നെ മുന്നോട്ട് വരികയും ഓരോ ആക്ഷൻസൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതെനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞൊരു ഷോ ഉണ്ട്, നിങ്ങൾക്കിപ്പോൾ കാണാം. ഫുള്ള് ആൾക്കാരങ്ങനെ ഭയങ്കരമായിട്ട് കരടി എന്നെല്ലാം വിളിച്ചിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ആൾ ഫുള്ള് അങ്ങോട്ട് ഹൈപ്പായി, എന്താ പറയുക, നമ്മൾ പറയില്ലേ ഷോ ഓഫ് എന്നൊക്കെ പറയണ പോലെ, അതുപോലത്തെ ഒരു ഷോ ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
ഇത് ഓസ്ട്രിച്ച് ഫാമിലിയിൽ പെടുന്നതാണ്. ഇതിൻ്റെ എക്സാക്ട് നെയിം ഞാൻ മറന്നുപോയി. അതും ആ ഒരു കൂട്ടിൽ കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു. നിങ്ങൾ കുറുനരിയെ കാണുന്നുണ്ടോ? അപ്പോൾ ഡോറ ചോദിക്കും പോലെ നിങ്ങൾ കുറുനരിയെ കാണുന്നുണ്ടോ അവിടെ? അതാണ് കുറുനരി. അവിടെ കുറുനരികളും എൻ്റെ ഒരു സെക്ഷനും കൂടി ഉണ്ടായിരുന്നു. അതും നല്ലതായിരുന്നു. ഒരുപാടുണ്ടായിരുന്നു. ഫുള്ള് ഓടി നടക്കുമായിരുന്നു. കുരങ്ങന്മാരൊക്കെ എന്ന് വെച്ചാൽ മേളിലൊക്കെ, അതായത് കൂട്ടിലിട്ട പോലെയും അല്ലാതെയും ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു. സോ മേളിൽ കൂടെ കുരങ്ങൊക്കെ ഓടുന്നതുകൊണ്ട് ഈ കുറുനരി പിന്നെ അതിനെ ചേസ് ചെയ്യാനായിട്ടൊക്കെയുള്ള കുറേ ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കുറച്ച് കാണാനൊക്കെ ഉണ്ടായിരുന്നു, രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇത്രയും നന്നായിട്ട് ജീവിതം ആസ്വദിക്കുന്ന ഒരു മൃഗത്തിനെ ഞാൻ വേറെ അധികം കണ്ടിട്ടില്ല. അതാണ് ഹിപ്പോപ്പൊട്ടാമസ്. തിന്നുക, ഉറങ്ങുക, വെള്ളത്തിൽ കിടക്കുക, തിന്നുക, ഉറങ്ങുക, ഇത് തന്നെ സുഖം. എന്താ ലൈഫ്. അപ്പം നമ്മൾ അത് കണ്ട് കുറേ നേരം നിന്നു. അത് വെള്ളത്തിൽ കിടന്ന് ഉറങ്ങുക. ആക്ച്വലി എങ്ങനെ വെള്ളത്തിൽ കിടന്ന് ഉറങ്ങുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ ഓൾമോസ്റ്റ് എപ്പോഴും ഇത് ഉറക്കവും ഫുഡ് കഴിക്കലും റെസ്റ്റും തന്നെ ഇല്ല. അല്ലാണ്ട് ഒരു എന്താ പറയുക, ഒരു അനക്കമില്ല. ഭയങ്കര ലേസി ആയിട്ടുള്ള ഒരു ആനിമലല്ലേ. അപ്പം അത് ഇങ്ങനെ 2 ഉണ്ടായിരുന്നു അവിടെ. ചെളി വെള്ളമാണ്. ചെളി വെള്ളം എന്ന് വെച്ചാൽ നല്ല വെള്ളമൊന്നും അല്ല, ഭയങ്കര സ്മെല്ലിയൊക്കെയാണ്. എന്നാലും കൊള്ളായിരുന്നു. ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടു. സൂവിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് നടക്കാനുണ്ട്. ഓരോ മൃഗങ്ങളിട്ടിരിക്കുന്ന സ്ഥലത്തോട്ട് നമ്മൾ ഒരുപാട് നടന്നിട്ടാണ് പോകുന്നത്. അപ്പം നടക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം. മടിയുള്ളവർക്കും കാലുവേദനയുള്ളവർക്കും ഒക്കെ ആ ഒരു വണ്ടിയുണ്ട്. നമ്മൾ വേറെ സെപ്പറേറ്റ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മൾ അതിൽ ഫുള്ള് നമ്മളെ കൊണ്ട് കാണിക്കും. ഓരോ സ്ഥലത്ത് നിർത്തി തന്നെ നമുക്ക് അവിടെ ഇറങ്ങി കാണാൻ പറ്റും. പിന്നെ മാനുകൾ പല പല ടൈപ്പ് മാനുകളുണ്ടായിരുന്നു. എനിക്ക് എല്ലാത്തിനും പേരൊന്നും ഓർമ്മയില്ല. പല പുള്ളിയുള്ളതും പുള്ളി ഇല്ലാത്തതും പിന്നെ കൊമ്പൊക്കെ ഇങ്ങനെ വേറെ വേറെ ടൈപ്പ് ഉള്ളതൊക്കെ ആയിട്ട് ഒരുപാട് മാനുകളുണ്ടായിരുന്നു അവിടെ.
ഇത് ആനകളൊക്കെ ഇട്ടിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ എല്ലാ ആനകളുടെയും പേരും അവരെ ആരാണ് എന്താ പറയുക നോക്കുന്നത്. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ആനേനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ആനകളെ മാത്രമല്ല എല്ലാ ആനിമൽസിനെയും അവിടെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. യൂഷ്വലി സൂവിലൊക്കെ ഉള്ളതാണ്. സോ അത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്, മേ ബി ചില ഫിലിം സ്റ്റാർസ് എല്ലാം കുറച്ച് ഫേമസ് പീപ്പിൾസ് എല്ലാം അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് എല്ലാം എല്ലാ സ്ഥലത്തും വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ആനേനെ ഒരു 2-3 കുട്ടി ആനകളായിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. സോ എനിക്ക് കൂടുതലും ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് സഫാരിക്ക് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ആനകളെയൊക്കെ കാണാൻ പറ്റും. അതാണ് എനിക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത്. റഷ് ആയതുകൊണ്ടാണ് നമ്മൾ സഫാരി എടുക്കാൻ ഭയങ്കര ക്യൂ ആയിരുന്നു സഫാരിക്ക്. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇത് സൂവിൽ മാത്രം ഇപ്രാവശ്യം വന്നത്. സോ എന്നാലും ഇത് നല്ലതായിരുന്നു. എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, ബിക്കോസ് അത് നല്ല ഹൈറ്റിലായിരുന്നു. നമ്മൾ പൊങ്ങി നിന്നെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് അതിനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പുലികളെ കാണാനും നല്ല രസമുണ്ടായിരുന്നു. ആക്ച്വലി ഞാനിങ്ങനെ വിചാരിക്കുന്നത് നല്ലൊരു ക്യാമറ ഉണ്ടായിരുന്നു, ഒരു അടിപൊളി ഫോട്ടോ എടുക്കുമായിരുന്നു. നമ്മൾ ഈ ആനിമൽ പ്ലാനറ്റിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഇതായിരുന്നു. മീൻസ് ഇങ്ങനെ 2 പുലിയും ഇങ്ങനെ മേളിൽ നിൽക്കുന്നു. തലകളിങ്ങനെ യൂഷ്വലി ഫോട്ടോസ് കാണില്ലേ, ഇങ്ങനെ തലേൻ്റെ മുകളിലൊരു തല. അപ്പോൾ അങ്ങനെ ഒരു പോസായിരുന്നു. അപ്പോൾ കൊള്ളായിരുന്നു. ഒരു കൂട്ടിലാണെങ്കിൽ ഒരു വലിയ കൂടായിരുന്നു. അതിനകത്തൊരു കുട്ടി കുറുക്കൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും അതിനകത്ത് ആനിമൽ എവിടെയെന്ന് പറഞ്ഞ് കുറേ നേരം സെർച്ച് ചെയ്ത് തോന്നി. ലാസ്റ്റാണ് കണ്ടത് ഒരു കുട്ടി കുറുക്കനെ. പിന്നെ ഇതും കുറച്ച് വെറൈറ്റി മാനുകളായിരുന്നു. അവരും ചെളിയിലൊക്കെ താമസിക്കുന്ന പോലത്തെ ടൈപ്പാന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അടുത്തത് പക്ഷികൾ മാത്രമുള്ളൊരു ഏരിയ ആയിരുന്നു. അത് ഓൾമോസ്റ്റ് എൻഡ് ആകുമ്പോഴാണ് ഈ ഒരു പക്ഷികളുടെ സ്ഥലം എത്തുന്നത്. അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ ഓൾമോസ്റ്റ് നല്ല ടയേർഡായിട്ടുണ്ടാവും. കാര്യം അത്രയധികം നമ്മുടെ ഉള്ളിൽ കൂടെ നടന്നിട്ടുണ്ടാവും, ഓരോ സ്ഥലത്തും പോയിട്ട് മൃഗങ്ങളെ കണ്ടിട്ട്. സോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ കിളികളൊക്കെ ഉള്ള സ്ഥലമാണ്. ഒരുപാട് വെറൈറ്റി കിളികളും കോഴികളും കളറുള്ള കോഴികളൊക്കെ ആക്ച്വലി ഇവിടെയാണ് കണ്ടിട്ടുള്ളത്. കുറേ കളർഫുൾ കോഴികളൊക്കെ ഉണ്ട്. എനിക്ക് മഞ്ഞ കോഴീനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തത് ഈ കോഴിക്കോടിൻ്റെ അടുത്താണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. ഈ ഒരു മഞ്ഞ കോഴി, പിന്നെ കുറേ കളറുള്ളൊരു കോഴി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഞാൻ കുറേ നേരം ട്രൈ ചെയ്തു വീഡിയോ കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടി. പക്ഷെ അത് അനങ്ങാൻ നിൽക്കുന്നില്ല, ഭയങ്കര ഓട്ടമായിരുന്നു. അങ്ങനെ ഈ മഞ്ഞ കോഴിയും അതിൻ്റെ അടുത്ത കൂട്ടിലെ ഒരു കളർഫുൾ ഒരു കോഴിയുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ക്രോക്കഡൈൽസ് പോണ്ടിൽ ഒരുപാട് ക്രോക്കഡൈൽസ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഒരു 2-3 എണ്ണത്തിനെ കണ്ടുള്ളൂ എങ്കിലും പിന്നെ നോക്കുമ്പോൾ ഒരുപാടുണ്ടായിരുന്നു, വെള്ളത്തിലും പുറത്തുമായിട്ട്. എല്ലാം ഓൾമോസ്റ്റ് ഇങ്ങനെ ചത്ത പോലെ കിടക്കുന്ന കൊണ്ടിട്ട് നമുക്കത് അനങ്ങുന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. സോ എനിക്ക് ചിലതെല്ലാം കണ്ടപ്പോൾ ഇത് ഒറിജിനലാണോ ഇനി മറ്റേ സിമെൻറ്റിലൊക്കെ ഉണ്ടാക്കി ഇട്ടിരിക്കുന്നതാണോ എന്നും കൂടി നമുക്ക് ഡൗട്ട് തോന്നുന്നു. അതുപോലെ ഒരുപാടുണ്ടായിരുന്നു ആ പോണ്ടിൻ്റെ ഏരിയസിലെല്ലാം.
നമ്മൾ ആക്ച്വലി റെപ്റ്റൈൽസ് ഏരിയ മിസ് ചെയ്തു. യൂഷ്വലി ഇതിനു മുമ്പ് പോയപ്പോഴൊക്കെ നമ്മൾ പോയിട്ടുണ്ട്, പക്ഷേ എനിക്കത്ര ഇൻട്രസ്റ്റ് ഇല്ല അവിടെ പോകാനുള്ളത് കൊണ്ടും നമ്മളങ്ങോട്ട് കവർ ചെയ്തില്ല. കൂടുതലും പാമ്പുകളൊക്കെയുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ആ ഒരു ഏരിയ വിട്ടിട്ടാണ് ബാക്കി കറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ബനഗട്ട സൂ ഓൾമോസ്റ്റ് നമ്മൾ നടന്ന് കവർ ചെയ്തിരിക്കുകയാണ്. ലാസ്റ്റ് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു പോണ്ട് എത്തുന്നത്. ഇവിടെ കുറേ ഡക്സും കൊക്കുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. ഇതോടുകൂടി നമ്മുടെ ആ ഒരു ഈ സൂവിൻ്റെ ഒരു ഏരിയ കംപ്ലീറ്റ് ആവും. പിന്നെ ഉള്ളത് നമ്മുടെ സഫാരിയും ബട്ടർഫ്ലൈ പാർക്ക് സെപ്പറേറ്റ് ആണ് പുറത്ത്. അപ്പോൾ അതുമാണുള്ളത്. അപ്പം നമ്മുടെ ഈ ഒരു വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. എല്ലാവർക്കും എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് യുവർ സജഷൻസ്. സോ സീ യു ഗൈസ് ഓൺ നെക്സ്റ്റ് വ്ളോഗ്. ബൈ.